Hi all, welcome to my YouTube channel. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AVL ട്രീയെ പറ്റിയാണ്. ഓക്കെ, സോ AVL ട്രീ എന്താണെന്ന് ചോദിച്ചാൽ ഇസ് എ ഹൈറ്റ് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ. എന്താണ് ബൈനറി സെർച്ച് ട്രീ? നിങ്ങൾ ഡാറ്റാ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുള്ളതാണ് ബൈനറി സെർച്ച് ട്രീ എന്താണെന്നുള്ളത്. ബൈനറി സെർച്ച് ട്രീ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബൈനറി ട്രീ ഇൻ വിച്ച് ഈച്ച് നോഡ് ഹാസ് അറ്റ് മോസ്റ്റ് ടു ചിൽഡ്രൻസ്. അതാണ് ബൈനറി ട്രീയുടെ കൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് വാല്യൂസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. എന്ത് ഓർഡറില്ല? ഒരു നോഡ് ഉണ്ടെന്നിരിക്കട്ടെ, അപ്പൊ നമുക്കൊരു നോഡ് ഉണ്ട് ബൈനറി ട്രീയിൽ 5. ഓക്കെ, ഇതാണ് പേരന്റ് നോഡ്. അപ്പൊ അതിൽ രണ്ട് ചിൽഡ്രൻസ് കാണും, ലെഫ്റ്റ് നോഡും കാണും, റൈറ്റ് നോഡും കാണും. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് നോഡിലെ വാല്യൂ എപ്പോഴും 5-നേക്കാട്ടി ലെസ് ആയിരിക്കണം, ഈ റൂട്ട് നോഡിനെക്കാട്ടി ലെസ് ആയിരിക്കണം. റൈറ്റിലെ വാല്യൂ എപ്പോഴും ഇതിനെക്കാട്ടി എന്തായിരിക്കണം? ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, അതാണ് ബൈനറി ട്രീയുടെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഈ 5 ഇതിന്റെ ഹൈറ്റ് ഇപ്പൊ എത്ര? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു ഹൈറ്റ് 1 ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ട്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 8 സോറി ഇവിടെ 8 വരാൻ പാടില്ല, കാരണം 6-നേക്കാട്ടി എന്താണ് കൂടുതലുള്ളത് വായു വേണം വരാൻ, കുറവുള്ളത് വേണം വരാൻ. അതായത് ലെഫ്റ്റിൽ എപ്പോഴും ചെറുത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ത് വരും? ഒരു 10 വരും, കാരണം റൈറ്റിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ കൂടുതലുള്ള ഒരു നോഡാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾ വാല്യൂസ് ഇൻ ദ ലെഫ്റ്റ് സബ് ട്രീ ഈസ് ലെസ് ദാൻ ദ നോഡ് വാല്യൂ. All values in the right subtree are greater than the node value. Then both the left and right subtrees are also in binary trees. Okay, ഇനി നമുക്ക് AVL ട്രീയുടെ കൺസെപ്റ്റ് നോക്കാം. എന്താണ് AVL ട്രീ എന്നുള്ളത്? ഓക്കെ, എന്താണ് AVL ട്രീ എന്നുള്ളത്? AVL tree is a height balanced binary search tree. Each node is associated with a balancing factor. ഇവിടെ ബാലൻസിങ് ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈച്ച് നോഡ് ഈസ് എ അസോസിയേറ്റഡ് വിത്ത് എ ബാലൻസ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ എന്താണ് ബാലൻസ് ഫാക്ടർ? അത് ബാലൻസ് ഫാക്ടർ കാൽക്കുലേറ്റ് ഇക്വേഷൻ എന്താ? ബാലൻസ് ഫാക്ടർ ഓഫ് എ നോഡ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ. ഓക്കെ, ഇനി എല്ലാ AVL ട്രീയുടെ ഇൻ ഓൺ ഓൾ AVL ട്രീ, okay, or in an AVL tree the balancing factor of every node is -1, 0 or +1. okay, അപ്പോൾ ഒരു AVL ട്രീയുടെ എപ്പോഴും ഒരു ബാലൻസിങ് ഫാക്ടർ എന്തായിരിക്കും? -1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ +1 ആയിരിക്കും. ഓക്കെ, അതർവൈസ് ട്രീ വിൽ ബി അൺബാലൻസ്ഡ് ആൻഡ് വി നീഡ് ടു ബാലൻസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ട്രീ അൺബാലൻസ് ആണെന്ന് പറയാം. അപ്പൊ അൺബാലൻസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കി, ഇതൊരു AVL ട്രീ ആണ്. ഓക്കെ, AVL ട്രീ മീൻസ് ഇസ് എ ബൈനറി സെർച്ച് ട്രീ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു നോഡ് ഉണ്ട് ബി. ഓക്കെ, അതിന് ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. ലെഫ്റ്റ് ചൈൽഡ് ആണ് എന്തെന്ന് പറയുന്നത് എ, അതിന്റെ റൈറ്റ് ചൈൽഡ് ആണ് എന്തെന്ന് പറയുന്നത് സി. ഓക്കെ, ഇനി ഇതിന്റെ ഹൈറ്റ് എത്ര? ഈ ട്രീയുടെ ഹൈറ്റ് എത്ര? ഹൈറ്റ് ഈക്വൽ ടു 1 ആണ്, കാരണം ഒരു ചൈൽഡാണ് ബിയുടെ ചൈൽഡ്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്ര? 1. ഇവിടെ വേറൊരു നോഡ് ഉണ്ടെന്നിരിക്കട്ടെ, PQ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അതിന്റെ ഹൈറ്റ് എത്ര ആയിട്ട് വരും? ഹൈറ്റ് ഈക്വൽ ടു 2 ആയിട്ട് വരും. ഓക്കെ, സെക്കൻഡ് ചിൽഡ്രൻസ് അല്ലേ. ഓക്കെ, ഹൈറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമോ? ഡേറ്റാ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിക് ഇപ്പം അത്ര ഡീപ്പായിട്ട് പോകണ്ട, അതുകൊണ്ട് നിങ്ങൾ നോക്കുക അറിയത്തില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിയുടെ ബാലൻസിങ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ബിയുടെ ബാലൻസിങ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഹൗ വി ആർ കാൽക്കുലേറ്റ് ദ ബാലൻസിങ് ഫാക്ടർ ഓഫ് ബി? ദ ബാലൻസിങ് ഫാക്ടർ ഓഫ് ബി ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ചൈൽഡ്, ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ചൈൽഡ് മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് ചൈൽഡ്. ഓക്കെ, നമ്മൾ ബാലൻസിങ് ഫാക്ടർ ഓഫ് ബി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ബി എന്ന റൂട്ട് നോഡിന്റെ. അപ്പൊ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സൈഡ്, ഹൈറ്റ് എ എത്രാമത്തെ ഹൈറ്റിലാണ് നിൽക്കുന്നത്? അതായത് ഇവിടെ ഫസ്റ്റ് ഹൈറ്റ് അല്ലേ, ഈ ഒരു ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് h=1. ഓക്കെ, h=1, h=1. ഓക്കെ, അപ്പം ഇത് അപ്പൊ ഹൈറ്റ് ഓഫ് LC, ഹൈറ്റ് ഓഫ് എ എത്ര? 1. ഹൈറ്റ് ഓഫ് എ എത്ര? 1. ദെൻ ഹൈറ്റ് ഓഫ് സി എത്ര? സിയും 1, സെയിം ലെവൽ അല്ലേ. അപ്പൊ ബിയുടെ വാല്യൂ എത്ര കിട്ടി? 0 കിട്ടി. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്ന മനസ്സിലായോ? ബിയുടെ ബാലൻസിങ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഹൈറ്റ് ഓഫ് എ മൈനസ് ഹൈറ്റ് ഓഫ് സി, അതായത് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ചൈൽഡ് മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് ചൈൽഡ്. ഓക്കെ, അപ്പൊ അവിടെ എയുടെ ഹൈറ്റ് എത്ര? 1, സിയുടെ ഹൈറ്റ് എത്ര? 1. അപ്പൊ 1 - 1 = 0. 0 ആകുമ്പോൾ എന്താണ്? അതൊരു AVL ട്രീയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കാരണം ബാലൻസിങ് ഫാക്ടർ എപ്പോഴും എന്തായിരിക്കണം? -1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ +1. നിങ്ങൾക്ക് ട്രീയുടെ എന്തെങ്കിലും ഇത് കണ്ടുപിടിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇതൊരു ട്രീ ആണെന്നിരിക്കട്ടെ. 2, നമ്മുടെ 1,
നമുക്ക് 2 അല്ലേ വേണ്ട, വാല്യൂ കൊടുക്കാം. ഇവിടെ 12 ആയിരിക്കട്ടെ. ഓക്കെ, ഇവിടെ 1 ഉണ്ട്. 1 മാറ്റിയാൽ 6 ആക്കി. 6 ഇവിടെ എന്താണ് 20. ഓക്കെ, ഇവിടെ എന്താ 6ന്റെ ഇത് വരുമ്പോൾ എന്ത് വരും? ഇവിടെ 3 വരും. ഓക്കെ, ഇവിടെ 7 വരും. അപ്പൊ ഈ ട്രീയുടെ ഹൈറ്റ് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇത് ഇത് റൂട്ട് നോഡ്. ഓക്കെ, ഇതെത്ര? ഇത് ഫസ്റ്റ് ലെവലിലാണ്. ഇത് ഇത്രയും ലെവൽ 1ലുള്ള ചിൽഡ്രൻസ് ആണ്. ഓക്കെ, ലെവൽ 1. അപ്പൊ അതിന്റെ ഹൈറ്റ് എത്ര വരും? ഹൈറ്റ് HIGHT ഹൈറ്റ് ഈക്വൽ ടു 1 വരും. ഓക്കെ, ഇനി ഇത് നോക്കി, ഇത് ഏത് ലെവലിലാണ് വരുന്നത്? ഈ രണ്ട് ചിൽഡ്രൻസും ഇത് ചൈൽഡ് 2 ആണ്. ഓക്കെ, ഇത് ചൈൽഡ് 1. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്ര വരും? ഹൈറ്റ് ഈക്വൽ ടു എന്ത് വരും? 2. മനസ്സിലായോ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? എയുടെ ബാലൻസിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, next we are going to calculate the balancing factor of A. എയുടെ ബാലൻസിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബിയുടെ ബാലൻസിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിച്ചേ? ലെഫ്റ്റ് ചൈൽഡിന്റെ എന്താണ് ഹൈറ്റ് മൈനസ് റൈറ്റ് ചൈൽഡിന്റെ ഹൈറ്റ് അല്ലേ? ഇനി നമ്മൾ ബിയുടെ ബാലൻസിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം? എയുടെ ബാലൻസിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, എയുടെ സോ ബാലൻസിംഗ് ഫാക്ടർ ഓഫ് എ. ഓക്കെ, ഇക്വേഷൻ എന്താണ്? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് ട്രീ. ഓക്കെ, എക്ക് ലെഫ്റ്റും റൈറ്റും ഉണ്ടോ? നോഡ് ഉണ്ടോ? ഇല്ല. ഇവിടെ എന്ത് വരും? നോഡ് ഇല്ലാത്തതുകൊണ്ട് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ ഇല്ല, അതുകൊണ്ട് എന്താണ് 0. ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ ഉണ്ടോ? ഇല്ല, അതും എന്താണ് 0. ഓക്കെ, റൈറ്റ് സബ് ട്രീ ഇല്ല, അതുകൊണ്ട് അതും എന്താണ് 0. അപ്പൊ 0 മൈനസ് 0 എന്ത് വരും? ഈക്വൽ ടു 0. ഓക്കെ, സോ 0 മൈനസ് 0 ഈസ് ഈക്വൽ ടു 0. സോ ദ balancing factor of A is 0. Like that we are going to calculate the balancing factor of C. So the balancing factor of C ക്ക് ലെഫ്റ്റ് റൈറ്റും ഉണ്ടോ? റൈറ്റ് ചൈൽഡ് ഉണ്ടോ? ഇല്ല, ലെഫ്റ്റ് ചൈൽഡും ഇല്ല. സോ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ചൈൽഡ് ഈസ് 0, ഹൈറ്റ് ഓഫ് റൈറ്റ് ചൈൽഡ് ഈസ് 0. സോ ബാലൻസിംഗ് ഫാക്ടർ ഈസ് 0. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രീ ഒരു AVL ട്രീയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഈ ഒരു ട്രീ നോക്കിയേ, അതിന്റെ ബാലൻസിംഗ് ഫാക്ടർ നോക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു ട്രീയുടെ കേസിൽ നമുക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാവേ. ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ഒരു നോഡ് ഉണ്ട് C. ഓക്കെ, അതിനൊരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് B. ഈ ബിക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് A. ഇതിന്റെ ബാലൻസിംഗ് ഫാക്ടർ എത്ര? സിയുടെ ബാലൻസിംഗ് ഫാക്ടർ എത്ര? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് ട്രീ. ഇവിടെ റൈറ്റ് വല്ലതും ഉണ്ടോ? റൈറ്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ അതെന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ എത്ര ഉണ്ട്? ഇവിടെ ഒരു B ഉണ്ട്, അപ്പൊ അവിടെ ഹൈറ്റ് എത്രയായി? 1. ഇവിടെ ഒരു A ഉണ്ട്, എത്രയായി? 1 + 1 എത്ര? 2. അപ്പൊ ലെഫ്റ്റിന്റെ എന്ത് വരും? 2 മൈനസ് റൈറ്റിലുണ്ടാവല്ലോ? ഇല്ല, 0. 2 മൈനസ് 0 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2. സോ ദ ബാലൻസിംഗ് ഫാക്ടർ ഓഫ് C ഈസ് 2. ഓക്കെ, അപ്പൊ 2 വന്നാൽ AVL പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല, 2 വന്നാൽ AVL പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ല. AVL പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, അതായത് AVL ട്രീ ആവണമെങ്കിൽ അതിന്റെ ബാലൻസിംഗ് ഫാക്ടർ എപ്പോഴും എന്തായിരിക്കണം? എപ്പോഴും എന്താണ് 1 അല്ലെങ്കിൽ -1 അല്ലെങ്കിൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അടുത്ത ബിയുടെ ബാലൻസിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ബിയുടെ ബാലൻസിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തേ. ബിയുടെ ബാലൻസിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതായത് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ. ഓക്കെ, ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ എത്ര? ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്, ഓർമ്മ അല്ലേ? അപ്പൊ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് ട്രീ. ഓക്കെ, ഈ ബിക്ക് റൈറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, അപ്പൊ അത് 0 ആയിരിക്കും. അപ്പൊ ലെഫ്റ്റ് സബ് ട്രീ 1, ഒരു ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്. 1 മൈനസ് റൈറ്റിലുണ്ടോ? ഇല്ല, 0. അപ്പൊ 1. അപ്പൊ ബിയുടെ ബാലൻസിംഗ് ഫാക്ടർ എത്ര? 1. അതുകൊണ്ട് ബി സേഫ് ആണ്, 1 ആയതുകൊണ്ട്. ഓക്കെ, അതുപോലെ എയുടെ ബാലൻസിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് എയുടെ ബാലൻസിംഗ് ഫാക്ടർ എങ്ങനെയാണ് കാൽക്കുലേറ്റ്? എക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ ചൈൽഡ് ഉണ്ടോ? ഇല്ല. സോ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ 0 ആണ്, ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ എന്താണ്? 0 ആണ്. അപ്പൊ 0 മൈനസ് 0 ഈക്വൽ ടു എന്ത് വരും? 0.
ഓക്കെ. അപ്പോൾ ഈ ഒരു ട്രീയിൽ ഇതൊരു ഏവിയൽ പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഏവിയൽ ട്രീ ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ബാലൻസിങ് ഫാക്ടർ 2 ആയതുകൊണ്ട് അത് ഏവിയൽ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ ഏവിയൽ പ്രോപ്പർട്ടി ആക്കണം. ഓക്കെ. So the tree is not balanced. Balance factor for C is 2. ഓക്കെ. അതുകൊണ്ട് ഈ ട്രീ എന്താ ബാലൻസ്ഡ് അല്ല. ഈ ട്രീ എന്തായിരുന്നു ബാലൻസ്ഡ് ആയിരുന്നു. കാരണം എല്ലാ നോഡിലും ഏവിയൽ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ബാലൻസിങ് ഫാക്ടർ ആണ്. ഓക്കെ. ഇനി ഈ ഒരു നോഡ് നോക്കിയേ, ഈ ഒരു ഫിഗർ, ഇത് നമ്മളത് എ എന്ന് പറഞ്ഞ നോഡുണ്ട്. ഈ ഫിഗർ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. ആ ഒരു ഫിഗറിനകത്ത് എ എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. അതിന് റൈറ്റ് സൈഡിലാണ് ബി. ഓക്കെ. ഇത് സി. ഇതൊരു ഏവിയൽ ട്രീ ആണോ? ഈ ട്രീ ബാലൻസ്ഡ് ആണോ? ആണോ? കാരണം എയുടെ ബാലൻസിങ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് എയുടെ ബാലൻസിങ് ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ, ഇവിടെ ലെഫ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. സോ ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ 0 ആണ്. ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ എത്ര വരുന്നത്? ഇവിടെ 1 വരും, ഇവിടെ 2 വരും. 2. അപ്പോൾ ടോട്ടൽ എത്ര വരും? 2 ഈസ് ഈക്വൽ ടു -2. സോ ദ ബാലൻസിങ് ഫാക്ടർ ഓഫ് എ ഈസ് -2. ഓക്കെ. 0 - 2 ഈസ് ഈക്വൽ ടു -2. ഇനി ഇതിന്റെ ഈ ബിയുടെ ബാലൻസിങ് ഫാക്ടർ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് റൈറ്റ് സബ് ട്രീ. ഇതിന് ലെഫ്റ്റിൽ വല്ലതും ഉണ്ടോ? ഇല്ല. സോ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് 0 മൈനസ് റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എത്ര? 1. സോ ഈക്വൽ ടു -1. അപ്പോൾ ബിയുടെ ബാലൻസിങ് ഫാക്ടർ -1 കിട്ടി. ഓക്കെ. ഇനി സിക്ക് ലെഫ്റ്റിലും റൈറ്റിലും വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. സോ ബാലൻസിങ് ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് സബ് ട്രീ മൈനസ് റൈറ്റ് സബ് ട്രീ. ലെഫ്റ്റിൽ ചിൽഡ്രൻസ് ഒന്നുമില്ല, അതുകൊണ്ട് 0. റൈറ്റിലും ചിൽഡ്രൻസ് ഒന്നുമില്ല, 0. അപ്പോൾ എന്ത് കിട്ടി? 0. ഓക്കെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണോ? ദ ട്രീ ഈസ് നോട്ട് ബാലൻസ്ഡ്. വൈ? Tree is not balanced. Why? The balancing factor of A is -2. So this tree is not balanced. Okay. Most of the binary search tree operations, example search, binary search, insertion, deletion, takes big of h time, where h is the height of the binary tree. അപ്പം നമ്മുടെ ബൈനറി ട്രീയുടെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഈ ബൈനറി ട്രീയിലെ സെർച്ചിലും ഇൻസർഷൻ, നോഡ് ഇൻസർട്ട് ചെയ്യുന്നതിലും ഡിലീഷൻ ചെയ്യുന്നതിനും എല്ലാം എത്ര ടൈം കോംപ്ലക്സിറ്റി? ബിഗ് ഓഫ് എച്ച്. എച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഹൈറ്റ്. ഓക്കെ. നോട്ട് എഴുതണേ. അടുത്ത് നോക്കി, the minimum height of a binary search tree. The minimum height of a binary search tree is log n. Okay. So the height of an AVL tree, is always big of log n, where n is the number of nodes in the tree. So the time complexity of an AVL tree are big of log n. Big of log n ആയിരിക്കും ആ ഒരു ബൈനറി സെർച്ച് ട്രീയുടെ അല്ലെങ്കിൽ AVL ട്രീയുടെ ടൈം കോംപ്ലക്സിറ്റി. അതായത് മിനിമം ഹൈറ്റ് ഓഫ് എ ബൈനറി സെർച്ച് ട്രീ ഈസ് log n ആയിരിക്കും. ഓക്കെ. സോ ദ ഹൈറ്റ് ഓഫ് ആൻ AVL ട്രീ ഈസ് ആൾവേസ് വി ആർ റെപ്രസെന്റിങ് that log n time. So the big of n is the time complexity of an AVL tree. Okay. ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മിനിമം ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് ദ AVL ട്രീ വിത്ത് 7 നോഡ്സ്. നമുക്ക് മിനിമം ഹൈറ്റും കണ്ടുപിടിക്കണം, മാക്സിമം ഹൈറ്റും കണ്ടുപിടിക്കണം. 7 നോഡ് യൂസ് ചെയ്തിട്ടുള്ള. ഓക്കെ. then assumes that the height of a tree with a single node is 0. ഒരു സിംഗിൾ നോഡ് ആകുമ്പോൾ അതിന്റെ ഹൈറ്റ് എത്ര? 0 ആണ്. So examples of minimum height AVL tree with 7 node. അപ്പോൾ 7 നോഡ് വെച്ചിട്ട് അതിന്റെ മിനിമം ഹൈറ്റ് എത്ര ആണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇത് മിനിമം, അതായത് 7 നോഡ് വെച്ചിട്ട്. ഇനി ഹൈറ്റ് ഓഫ് AVL ട്രീ വിത്ത് മാക്സിമം 7 നോഡ്. ഓക്കെ. മാക്സിമം നോഡ്സ് വെച്ചിട്ടുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് നോക്കിയേ, മിനിമം നോഡ്സ്, അതായത് ഒരു 7 നോഡ് നമുക്കുണ്ട്. 7 നോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ 3 ആയി. 1 2 3 4 5 6 7 ആയി. ഓക്കെ. അപ്പോൾ ഇതിനെ എങ്ങനെ മിനിമം അറേഞ്ച് ചെയ്യാം? ഫസ്റ്റിനകത്ത് നമ്മൾ ഡി എ റൂട്ട് നോഡായിട്ട് എടുത്തു. അതിന് 2 ചിൽഡ്രൻസ് ബിയും എഫും. ഓക്കെ. ബിയുടെ 2 ചിൽഡ്രൻ എയും സിയും, എഫിന് 2 ചിൽഡ്രൻ ഇയും ജിയും. ഓക്കെ. അപ്പോൾ ഇത് മിനിമം ഹൈറ്റ് എത്ര? ഇവിടെ ഒരു ഹൈറ്റ് 1 വന്നു, ഇവിടെ 2 വന്നു. അപ്പോൾ മിനിമം ഹൈറ്റ് എത്ര? 2. ഇനി മാക്സിമം ഹൈറ്റിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ ഇ എ റൂട്ട് നോഡായിട്ട് എടുത്തു. ഇക്ക് 2 ചിൽഡ്രൻ സിയും ജിയും, സിക്ക് 2 ചിൽഡ്രൻ എയും ഡിയും, എക്ക് ഒരു റൈറ്റ് ചൈൽഡ് ഉണ്ട് ബി. ഓക്കെ.
ഇനി ഇവിടെ ജിക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത് എഫ്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഹൈറ്റ് എത്ര? ഇവിടെ ഹൈറ്റ് 1 വന്നു, ഇവിടെ ഹൈറ്റ് 2 വന്നു, ഇവിടെ ഹൈറ്റ് എത്ര വന്നു? 3. അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്ര? 3. ഓക്കെ. Next, to find the minimum and maximum height of any avial tree with 11 nodes. Assuming that the height of a tree with a single node is 0. Okay, ഒരു സിംഗിൾ നോഡിന്റെ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര നോഡ് ഉണ്ട്? 11 നോഡ്സ് ഉണ്ട്. ഓക്കെ, 11 നോഡ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? 11 നോഡ്സ് വെച്ചിട്ട് എക്സാമ്പിൾസ് ഓഫ് മിനിമം ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് ഏവിയൽ ട്രീ വിത്ത് 11 നോഡ്സ്. അപ്പോൾ ഇവിടെ 11 നോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു എഫ് എന്ന് പറഞ്ഞ നോഡിനെ ഇത് വെച്ചു. അതിന് 2 ചിൽഡ്രൻ ഡിയും ജെയും, ഡിക്ക് 2 ചിൽഡ്രൻ ബിയും ഇയും, ഈ ബിക്ക് 2 ചിൽഡ്രൻ എയും സിയും. ഓക്കെ. അതുപോലെ ഇവിടെ എന്താണ് നമ്മൾ വെച്ചാൽ ജെയ്ക്ക് 2 ചിൽഡ്രൻ എച്ചും കെയും, എച്ചിന് 2 ചിൽഡ്രൻ ജിയും ഐയും. ഓക്കെ. അപ്പം മാക്സിമം ഹൈറ്റ് എത്ര? ഇവിടെ 1, 2, 3. അപ്പം മാക്സിമം ഹൈറ്റ് എത്ര? 3. ഓക്കെ. ഇനി നമുക്ക് ആ ഏവിയൽ ട്രീയുടെ റൊട്ടേഷൻ. എന്തിനാണ് ഏവിയൽ ട്രീയിൽ റൊട്ടേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും ഏവിയൽ ട്രീയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ബാലൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0, -1, 1 ആയിരിക്കണം. ഓക്കെ, ഒരു ട്രീയുടെ. അപ്പോൾ അത് ആ ഒരു ട്രീയുടെ ഒരു നോഡിന് ഈ വാല്യൂ ഒന്നും വന്നില്ല എങ്കിൽ അതിനെ വാല്യൂ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏവിയൽ ട്രീ റൊട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഏവിയൽ ട്രീ റൊട്ടേഷൻ സിംഗിൾ റൊട്ടേഷൻ ഉണ്ട്, ഡബിൾ റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ. സിംഗിൾ റൊട്ടേഷൻ മീൻസ് ലെഫ്റ്റ് റൊട്ടേഷൻ, അതിനെ നമ്മൾ LL റൊട്ടേഷൻ എന്ന് വിളിക്കും. റൈറ്റ് റൊട്ടേഷൻ നമ്മൾ RR റൊട്ടേഷൻ എന്ന് വിളിക്കും. ഓക്കെ. ഡബിൾ റൊട്ടേഷനെ ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ എന്ന് വിളിക്കും, LR റൊട്ടേഷൻ. ഇനി റൈറ്റ് ലെഫ്റ്റ് റൊട്ടേഷനെ RL റൊട്ടേഷൻ എന്ന് വിളിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ ട്രീ ഉണ്ട്. വരച്ച് കാണിച്ചുതരാം. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ട്രീ ഉണ്ട്. ഓക്കെ. അതിന് ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ട് വൈ. ഓക്കെ. റൈറ്റ് സൈഡ് ഇതിനകത്ത് ഒരു എന്താണ്, ഒരു ഗാമ എന്ന് പറയുന്ന ഒരു എന്താണ് റൈറ്റ് ചൈൽഡുണ്ട്. ഇവിടെ വൈക്ക് ആൽഫ എന്ന് പറയുന്ന റൈറ്റ് ചൈൽഡും ബീറ്റ എന്ന് പറയുന്ന റൈറ്റ് ചൈൽഡും ഉണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റൈറ്റ് റൊട്ടേറ്റ് ഓഫ് എക്സ്. എക്സിനെ റൈറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പോകും, അതായത് ബാലൻസിങ് ഫാക്ടർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സിനെ റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഈ വൈയെ എടുത്ത് എന്താക്കണം? റൂട്ട് നോഡ് ആക്കണം. വൈയെ എന്തായിട്ട് മാറ്റണം? റൂട്ട് നോഡായിട്ട് മാറ്റണം. ഓക്കെ. എന്നിട്ട് വൈയുടെ ലെഫ്റ്റ് കിടക്കുന്നതിന് എന്തായിട്ട് എടുക്കണം? ഈ ആൽഫ അല്ലേ, അത് വൈയുടെ ലെഫ്റ്റിൽ തന്നെ എഴുതുക. ഓക്കെ. എന്നിട്ട് വൈയുടെ റൈറ്റിൽ എന്താക്കി മാറ്റണം? ഈ എക്സിനെ വൈയുടെ റൈറ്റിലാക്കി മാറ്റണം, എക്സ്. ഓക്കെ. എന്നിട്ട് ഈ ഒരു ഗാമയെ എക്സ്, ഈ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയെ എക്സിന്റെ ആ ഒരു റൈറ്റ് സൈഡിലാണ്. ഇനി എക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ വൈയുടെ റൈറ്റ് സൈഡിലായിട്ട് മാറും, ബീറ്റ ആയിട്ട് മാറും. ഓക്കെ. അതാണ് റൈറ്റ് റൊട്ടേഷൻ. ഇത് നിങ്ങൾ ഈ ഫിഗർ ഇത് വരച്ച് പഠിക്കണം. ഓക്കെ, വരച്ച് പഠിച്ച് വെക്കണം. അപ്പോൾ റൈറ്റ് റൊട്ടേഷൻ നോക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വേണം എഴുതാൻ. വൈയെ പിടിച്ച് റൂട്ട് നോട്ട് ആക്കുക. അപ്പോൾ എക്സിനെയാണ് നമ്മൾ റൈറ്റ് റൊട്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? വൈയെ പിടിച്ച് റൂട്ട് നോട്ട് ആക്കുക. എന്നിട്ട് വൈയുടെ ആ ഒരു റൈറ്റിൽ എക്സിനെ ആഡ് ചെയ്യുക. എന്നിട്ട് എക്സിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വൈയുടെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. ഓക്കെ. ഇത് ഈ ഫിഗർ അതുപോലെ വരച്ച് പഠിച്ചു വെക്കുക. അതായത് റൈറ്റ് റൊട്ടേഷൻ്റെ ഇതാണ്, മെത്തേഡാണ്. ഓക്കെ. ഈ ലെഫ്റ്റ് റൊട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുന്നത്? അതായത് നമ്മളിവിടെ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വൈ ആണ് ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സാമ്പിളിനകത്ത്. അപ്പോൾ വൈ എന്ന് പറയുന്ന റൂട്ട് നോഡാണ് ഇവിടുത്തെ. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് സൈഡിൽ, വൈയുടെ റൈറ്റ് സൈഡിലാണ് എക്സ്, എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബീറ്റ, എക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഗാമ. ഓക്കെ. നമ്മൾ ലെഫ്റ്റ് റൊട്ടേറ്റ് ഓഫ് വൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ എക്സിനെ റൂട്ട് നോഡ് ആക്കുക. ലെഫ്റ്റ് റൊട്ടേറ്റ് ഓഫ് വൈ, വൈയെ നമ്മൾ ലെഫ്റ്റ് റൊട്ടേറ്റ് ആക്കാൻ പോകുക, ലെഫ്റ്റ് കൊണ്ടുവരാൻ പോകുക. കാരണം ബാലൻസിങ് ഫാക്ടർ സെറ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ എക്സിനെ റൂട്ട് നോഡ് ആക്കുക. എന്നിട്ട് എക്സിൻ്റെ ലെഫ്റ്റിലായിട്ട് എന്ത് കൊടുക്കുക? വൈയെ കൊടുക്കുക. എക്സിൻ്റെ ലെഫ്റ്റിലായിട്ട് എന്ത് കൊടുക്കുക? വൈ കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ ലെഫ്റ്റിൽ കൊടുത്തു. വൈയുടെ ഇതെന്താണ്? വൈയുടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ആൽഫ. അത് അതുപോലെ തന്നെ കൊടുക്കുക. വൈയുടെ ലെഫ്റ്റ് സൈഡിൽ ആൽഫ കൊടുക്കുക. എന്നിട്ട് എക്സിന്റെ റൈറ്റ് സൈഡിൽ എന്തായിരുന്നു കിടന്നത്? എക്സിന്റെ ലെഫ്റ്റിൽ എന്താ കിടന്നത്? ബീറ്റ. അത് വൈയുടെ എന്തിലാക്കി മാറ്റുക? ലെഫ്റ്റ് സൈഡിലാക്കി, റൈറ്റ് സൈഡിലാക്കി മാറ്റുക. ഓക്കെ. എക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വൈയുടെ റൈറ്റ് സൈഡിലാക്കി മാറ്റുക. എന്നിട്ട് എക്സിന്റെ പഴയ എക്സിന്റെ ആ ഒരു റൈറ്റ് സൈഡിൽ എന്താണ്? ഗാമ. അത് ഇവിടെ എഴുതുക. ഇതാണ് അതിന്റെ ലെഫ്റ്റ് റൊട്ടേഷൻ, ഏവിയൽ ട്രീ ലെഫ്റ്റ് റൊട്ടേഷൻ. ഇത് ഇതുപോലെ പടം വരച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഒരു എക്സാമ്പിൾ വരുമ്പോൾ ആ രീതി റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ.
ഇനി സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷനെ പറ്റി പഠിക്കണം. പിന്നെ നമുക്ക് സിംഗിൾ റൈറ്റ് റൊട്ടേഷനെ പറ്റി പഠിക്കണം. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ അങ്ങനെ കുറച്ച് എക്സാമ്പിൾ ചെയ്യണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ പടം വരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അടുത്ത സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, LL റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 1 2 3. അപ്പോൾ ഈ ഒരു നോഡിന്റെ ബാലൻസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഈ ഒരു നോഡേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ നോഡ് ബാലൻസ് ചെയ്യാണ്. അടുത്ത് ഞാനൊരു നോഡ് 2 ഇൻസേർട്ട് ചെയ്തു, അപ്പോഴും ഇത് ബാലൻസ് ആണ്. അതായത് ഇതിന്റെ ബാലൻസിങ് ഫാക്ടർ എത്ര? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ എത്ര? ഇവിടെ ലെഫ്റ്റ് നോഡ് വല്ലതും ഉണ്ടോ? അപ്പോൾ 0 മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എത്ര? 1 ഈസ് ഈക്വൽ ടു -1 വരും. ഓക്കെ, -1 ആണ് ഇതിന്റെ ബാലൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ബാലൻസിങ് ഫാക്ടർ എത്ര? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ ഇല്ല, റൈറ്റ് സബ് ട്രീ ഇല്ല, അപ്പം 0 ആണ്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ റൈറ്റിലായിട്ട് ഒരു 3 ആഡ് ചെയ്തപ്പോൾ എന്ത് ചേഞ്ച് ചെയ്യും? ഈ വണ്ണിന്റെ എന്ത് മാറും? വണ്ണിന്റെ ബാലൻസിങ് ഫാക്ടർ ചേഞ്ച് ചെയ്യും. വണ്ണിന്റെ ബാലൻസ് ഫാക്ടർ എന്തായിട്ട് മാറും? വണ്ണിന്റെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ വല്ലതും ഉണ്ടോ? ഇല്ല, 0. ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ എത്ര വന്നു? 2 വന്നു. ഇവിടെ 1 വന്നു, ഇവിടെയും 1 വന്നു. ഓക്കെ, അപ്പം 2 വന്നു. ടോട്ടൽ 2 1 + 1. അപ്പോൾ എത്ര വന്നു? -2. അപ്പോൾ ഇവിടെ -2 ആയതുകൊണ്ട് എന്താണ്? ഈ ട്രീ ബാലൻസ് അല്ല. ദിസ് നോഡ് ബിക്കം ഇംബാലൻസ്ഡ് ആഫ്റ്റർ ഇൻസേർട്ടിംഗ് ദ നോഡ് 3. അപ്പോൾ അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? LL റൊട്ടേഷൻ ചെയ്യും. LL റൊട്ടേഷൻ മീൻസ് എന്താണ്? സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ സിംഗിൾ ലെഫ്റ്റ്, അപ്പൊ ബാലൻസ് അല്ലാത്ത നോഡ് ഏതാ? 1 അല്ലേ? അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യണം. അപ്പൊ റൊട്ടേറ്റ് ആന്റി ക്ലോക്ക് വൈസ് മീൻസ് ഇതിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന നോഡ് ഏതാ? 2 അല്ലേ? 1. ഇപ്പൊ ഇതാണ് പ്രോബ്ലം ഉള്ള നോഡ്. ഈ ഒരു നോഡിനാണ് പ്രോബ്ലം ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് തൊട്ടപ്പുറത്ത് വരുന്ന നോഡിനെ പിടിച്ച് റൂട്ട് നോഡ് ആക്കണം. ഓക്കെ, അതിനുശേഷം ഈ 1നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാക്കി മാറ്റുക, ഈ 3യെ ഇതിന്റെ റൈറ്റ് സൈഡിലാക്കി മാറ്റുക. ഇപ്പൊ 3 എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. കാരണം ഇതിന്റെ ബാലൻസിങ് ഫാക്ടർ എത്ര? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ -1 ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ 0 - 0. ഓക്കെ, ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ ബാലൻസിങ് ഫാക്ടർ എന്താ? കാരണം ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഇല്ല, റൈറ്റ് സൈഡിലും ഇല്ല, രണ്ടും ഇല്ല. ഓക്കെ, ഇതിന്റെ ബാലൻസിങ് ഫാക്ടർ എത്ര? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ 0 - 0 ഈക്വൽ ടു 0. ഓക്കെ, സോ ദിസ് ട്രീ ഈസ് ബാലൻസ്ഡ്. ഓക്കെ, ഇങ്ങനത്തെ സിംഗിൾ റൈറ്റ് റൊട്ടേഷൻ, ഇതിപ്പോ ലെഫ്റ്റിൽ കിടന്ന സാധനത്തിന്, അതായത് ഇങ്ങനെ റൈറ്റിൽ കിടക്കുന്ന സാധനത്തിനെ ഈ ഇങ്ങനെ റൈറ്റിൽ ഈ ഒരു ലൈനിൽ വരുമ്പോൾ, അതായത് ഈ ഒരു നോഡിന് റൈറ്റ് സൈഡിലാണ് ഇവിടെ ഉള്ളത്. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ഏതെങ്കിലും ഒരു ബാലൻസിങ് ഫാക്ടർ 2 നമ്മുടെ ആ ഒരു -1 0 1 അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ വന്നാൽ അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടി ലെഫ്റ്റ് റൊട്ടേഷൻ ചെയ്യുക. ഇനി ഈ ഒരു കേസ് നോക്കിയ സിംഗിൾ റൈറ്റ് റൊട്ടേഷൻ. റൈറ്റ് റൊട്ടേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഈ ഒരു നോഡ് 3. ഓക്കെ, 3ക്ക് ലെഫ്റ്റ് സൈഡിലാണുള്ളത് 2. 3 എന്ന് പറഞ്ഞ ഫസ്റ്റ് നോഡ്, പിന്നെ ഒരു നോഡ് ആഡ് ചെയ്ത് 2. അപ്പൊ ഇത് 3യുടെ ബാലൻസിങ് ഫാക്ടർ എത്ര? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ അത് എത്ര? 1 മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ വല്ലതും ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പൊ എന്താ? 0 ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ ഓക്കെയാണ്. ഇനി ഞാൻ ഇവിടെ 1നെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 3യുടെ ബാലൻസിങ് ഫാക്ടർ ചേഞ്ച് ആവത്തില്ലേ? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ എത്ര വരും? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ ഈസ് ഈക്വൽ ടു ഇവിടെ 1 ഇവിടെ 1, അപ്പം 2 വരും. ഓക്കെ, ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ ഉണ്ടോ? ഇല്ല, 0 ഈക്വൽ ടു 2 വരും. അപ്പോൾ ഇവിടുത്തെ ബാലൻസ് ഫാക്ടർ എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഇതിന്റെ ഏവിയൽ ട്രീയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഏവിയൽ ട്രീ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ റൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റിലാണ് നോഡെല്ലാം കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇത് റൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്യും. റൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇതിനല്ലേ പ്രോബ്ലം? ഈ 3ക്ക് അല്ലായിരുന്ന പ്രോബ്ലം, ബാലൻസ് ഫാക്ടർ 3 ആയത്. അതുകൊണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന നോഡ് ഏതാ? 2. അതിനെ റൂട്ട് നോഡാക്കി മാറ്റുക. അതിനുശേഷം ഇതിന്റെ 2ന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താക്കി മാറ്റുക? 1 ആക്കി മാറ്റുക. 1 തന്നെ 2ന്റെ റൈറ്റിലോട്ട് എന്ത് കൊടുക്കുക? 3യെ കൊടുക്കുക. അതാണ് റൈറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ പടം വരച്ച് അതുപോലെ വെക്കുക, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്ലൈ ചെയ്യുക. ഇനി ലെഫ്റ്റ് റൈറ്റ് റൊട്ടേഷൻ ഉണ്ട്. ഇനി അടുത്ത എന്താണ്? റൈറ്റ് ലെഫ്റ്റ് റൊട്ടേഷൻ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.